ദുഖാൻ സീരീസിന്റെ 2ാം പ്രഭാഷണമാണ് ഇത്. 1ാം പ്രഭാഷണം കണ്ടിട്ടില്ലാത്തവർ 1ാം പ്രഭാഷണം കണ്ടതിന് ശേഷം മാത്രം 2ാം പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കുക. എന്തുകൊണ്ട് മുസ്ലിം സമുദായം ആധുനികതയിൽ പിന്തള്ളപ്പെട്ടു എന്നതാണ് ദുഖാൻ സീരീസിന്റെ 2ാം പ്രഭാഷണമായ ഇവിടെ പ്രതിപാദ്യ വിഷയം. ഏതാണ്ട് AD 1500 കൂടെയാണ് ആധുനിക നാഗരികത അഥവാ മോഡേൺ സിവിലൈസേഷൻ ആരംഭിക്കുന്നത്. AD 1500 തൊട്ടു മുമ്പ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്കും പൗരസ്ത്യ ദേശങ്ങളിലേക്കുമുള്ള പാത യൂറോപ്യർ കണ്ടെത്തുകയും യൂറോപ്പ് പൗരസ്ത്യ ദേശങ്ങളിലേക്കുള്ള തങ്ങളുടെ ആക്രമണങ്ങൾക്കും കൊളോണിയലിസത്തിനും അധിനിവേശത്തിനും ചൂഷണത്തിനും തുടക്കമിടുകയും ചെയ്തതോടുകൂടിയാണ് ആധുനിക നാഗരികത അഥവാ മോഡേൺ സിവിലൈസേഷൻ ആരംഭിക്കുന്നത് എന്ന് അമേരിക്കൻ ചരിത്രകാരനായ ഹാരി എൽമർ ബാൻസ് 1931 പ്രസിദ്ധീകരിച്ച തന്റെ വിഖ്യാത ഗ്രന്ഥമായ ദി ഒറിജിൻസ് ഓഫ് മോഡേൺ സിവിലൈസേഷൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി. ചതി, വഞ്ചന, ക്രൂരത ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് യൂറോപ്യർ ഈ അധിനിവേശങ്ങളെല്ലാം നടത്തിയത്. അങ്ങനെ വരുമ്പോൾ മോഡേൺ സിവിലൈസേഷന്റെ അടിസ്ഥാനം എന്ന് തന്നെ യൂറോപ്പിന്റെ ചതിയും വഞ്ചനയും ക്രൂരതയുമാണെന്നും അവ പൗരസ്ത്യ ദേശങ്ങൾക്ക് നേരെ യൂറോപ്പ് നടത്തിയതാണെന്നും കണ്ടെത്താൻ കഴിയും. ആധുനിക നാഗരികത ആരംഭിക്കുന്നത് തന്നെ ഈ ക്രൂരതയോടെയും വഞ്ചനയോടെയും ചതിയോടെയുമാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ചെറിയ ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യൂറോപ്യൻ അധിനിവേശത്തിന് തുടക്കം കുറിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് AD 1500 തുടക്കത്തിൽ ആരംഭിച്ച പിന്നീട് ഒരു നൂറ്റാണ്ടോളം നീണ്ടുനിന്ന പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരി പക്ഷവും തമ്മിൽ നടന്ന യുദ്ധം. പ്രസ്തുത യുദ്ധം അതിരൂക്ഷമായിരുന്ന സമയത്ത് അതിന്റെ പീക്ക് ടൈമിൽ മലബാർ സന്ദർശിച്ച ഫ്രഞ്ച് യാത്രികനായിരുന്ന പൈറാഡ് ഡെ ലാവൽ തന്റെ ചരിത്രരേഖകളിൽ മലബാർ യുദ്ധം പോർച്ചുഗീസുകാർ എങ്ങനെയാണ് വിജയിച്ചത് എന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം പറയുന്നത് കരയുദ്ധത്തിൽ സാമൂതിരിയുടെ യോദ്ധാക്കന്മാരായിരുന്ന നായർ പടയാളികളും മാപ്പിളപ്പടയാളികളും അടക്കമുള്ള മലയാളി യോദ്ധാക്കൾ വളരെ വിദ്യാഭ്യാസം സിദ്ധിച്ചവരായിരുന്നു. നേരും നെറിയും ധർമ്മവും നീതിയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയ നിയമങ്ങൾ ഉള്ളതാണ് യഥാർത്ഥത്തിൽ കളരി. കളരി നിയമങ്ങൾ പാലിച്ച് മാത്രമായിരുന്നു മാപ്പിള യോദ്ധാക്കൾ യുദ്ധം ചെയ്തിരുന്നത്. യുദ്ധത്തിനിടയിൽ ഈ കളരി യോദ്ധാക്കൾ കളരി നിയമങ്ങൾ പാലിച്ചത് കൊണ്ട് തന്നെ മറ്റൊരാളെ പുറകിൽ നിന്ന് ആക്രമിക്കുവാനോ ഒരു നിരായുധനെ ആക്രമിക്കുവാനോ വേറൊരാളുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നവനുമാനെ പുറകിൽ നിന്ന് ആക്രമിക്കുവാനോ വെട്ടുവാനോ ഒരിക്കലും മലബാറിലെ സാമൂതിരിയുടെ പോരാളികൾ യോദ്ധാക്കൾ തയ്യാറായിരുന്നില്ല. അതിനവർക്ക് കഴിയില്ല. എന്തുകൊണ്ട്? അവർ കളരിയുടെ നിയമങ്ങൾ പ്രത്യേകം പാലിച്ച് മാത്രമായിരുന്നു യുദ്ധം ചെയ്തിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ധാർമ്മികതയോടെ മാത്രം യുദ്ധം ചെയ്തിരുന്ന മലയാളി പടക്ക് മുമ്പിൽ ചതിയും വഞ്ചനയും നിറഞ്ഞ ക്രൂരതയും നിറഞ്ഞ യുദ്ധതന്ത്രങ്ങൾ മാത്രമാണ് യൂറോപ്യൻ പട്ടാളക്കാർ അഴിച്ചുവിട്ടത്. യൂറോപ്യരെ സംബന്ധിച്ചിടത്തോളം അത്തരം യാതൊരു നിയമവും യൂറോപ്യർക്ക് ബാധകമായിരുന്നില്ല. യൂറോപ്യരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ത് ചതി കാണിച്ചാലും വഞ്ചന കാണിച്ചാലും എന്ത് ക്രൂരത കാണിച്ചാലും വിജയിക്കുക എന്നത് മാത്രമായിരുന്നു യൂറോപ്പിന്റെ ലക്ഷ്യവും അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ മാത്രമായിരുന്നു യൂറോപ്യൻ പട്ടാളക്കാർ മെനഞ്ഞിരുന്നത്. ഇതിവിടെ പറയാൻ കാരണം മോഡേൺ സിവിലൈസേഷൻ വരുന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്നതാണ്. അപ്പോൾ ആധുനിക നാഗരികതയുടെ അടിത്തറയിൽ തന്നെ യൂറോപ്പിന്റെ ഈ ചതിയും വഞ്ചനയും ക്രൂരതയും ശക്തമായും നിലനിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. 1ാം കാലഘട്ടത്തില് ഇവിടെ വന്ന പോർച്ചുഗീസുകാർ ചതിയും വഞ്ചനയും നിരന്തരം നടത്തുകയും സാധുക്കളായ മത്സ്യത്തൊഴിലാളികളെയും സാധാരണക്കാരെയും കൂട്ടക്കൊല, അതായത് യോദ്ധാക്കളല്ലാത്ത സാധാരണ സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും അവരിൽ കുട്ടികളെ ജനിപ്പിച്ച് ആ കുട്ടികളെ കൊണ്ട് അടിമപ്പട്ടാളങ്ങളെ സംവിധാനിച്ച് അടിമപ്പട്ടാളങ്ങൾ, അതായത് ഇങ്ങനെയുള്ള അവർ പിടിച്ചു കൊണ്ടുപോയവർ, അതേപോലെ തന്നെ ഈ സാധുക്കളായ കടൽ തൊഴിലാളികളും മറ്റുമായ സ്ത്രീകളെ റേപ്പ് ചെയ്ത് അവരിൽ കുട്ടികളെ ജനിപ്പിച്ച് ആ കുട്ടികളെ അടിമപ്പട്ടാളങ്ങളായി സംവിധാനിച്ച് മലബാറിനെതിരെ തന്നെ മലബാറിൽ ജനിച്ച മക്കളെ യുദ്ധത്തിനിറക്കുകയും ചെയ്യുന്നുവെന്ന് പ്രസ്തുത ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളെ AD 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭ സൂഫിയായിരുന്ന സെൻദി മഖ്ദൂം
തൻ്റെ ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ധാരാളം സാക്ഷ്യപത്രങ്ങൾ ഈ ഗ്രന്ഥങ്ങളല്ലാതെ തന്നെ പിൽക്കാലഘട്ടത്തിൽ പല നിലക്കും എഴുതപ്പെട്ട രേഖകളും ഈ വിഷയത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു മുക്കുവ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി രക്തസാക്ഷിയായി, അതായത് ഒരു മുക്കുവ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കടലിലേക്ക് കപ്പലിൽ കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ ഷഹീദ് കുഞ്ഞുമരക്കാരുടെ ചരിത്രം പൊന്നാനിയിലെയും വെളിയങ്കോട്ടെയും മത്സ്യത്തൊഴിലാളികൾ എന്ന് മാത്രമല്ല ഇന്ന് കേരളത്തിൽ പരക്കെ സുന്നി സൂഫി മുസ്ലിങ്ങൾക്കിടയിൽ ഇന്നും നിലനിൽക്കുന്ന ചരിത്രപരമായ ശകലങ്ങളാണ്. ഈ യുദ്ധത്തിൽ മാത്രമല്ല, കൊളോണിയൽ കാലഘട്ടത്തിൽ ആഫ്രിക്കയിലും പശ്ചിമേഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമെല്ലാം യൂറോപ്യർ നടത്തിയ യുദ്ധം, വ്യാപാരം, മറ്റിടപാടുകൾ എന്നിവയിലെല്ലാം വഞ്ചനയും ക്രൂരതയും നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അഥവാ മോഡേൺ സിവിലൈസേഷൻ യൂറോപ്പിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി അതിക്രൂരതയോടുകൂടിയാണ്. വഞ്ചന, ചതി, ക്രൂരത ഇതിൽ അധിഷ്ഠിതമായിട്ടാണ് യൂറോപ്പിൽ നിന്ന് മോഡേൺ സിവിലൈസേഷൻ പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വരുന്നത് തന്നെ ചതിയുടെയും ക്രൂരതയുടെയും, അതായത് എങ്ങനെയെങ്കിലും ജയിക്കണം, നേടിയെടുക്കണം, എല്ലാത്തിനെയും പിടിച്ചടക്കണം, എന്ത് ക്രൂരത കാണിച്ചും ചതി കാണിച്ചും വഞ്ചന കാണിച്ചും എല്ലാവരെയും തങ്ങളിലെ കൈപ്പിടിയിൽ ഒതുക്കണം എന്നുള്ള വളരെ നിഷ്കർഷമായ കൃത്യമായ താല്പര്യത്തിലും ലക്ഷ്യത്തിലുമാണ് യൂറോപ്പിൽ നിന്ന് മോഡേൺ സിവിലൈസേഷൻ 15ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുള്ളൂ. ഇത് നമ്മുടെ അക്കാലത്തെ പൗരസ്ത്യ ദേശങ്ങളിലെ നേതാക്കന്മാരെല്ലാം ഇത് നേരത്തെ മനസ്സിലാക്കി. അതായത് മോഡേൺ സിവിലൈസേഷൻ എന്നാൽ അത് ചതിയാണ്, മോഡേൺ സിവിലൈസേഷൻ എന്നാൽ അത് വഞ്ചനയാണ്, മോഡേൺ സിവിലൈസേഷൻ എന്നാൽ അത് ക്രൂരതയാണ് എന്ന് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അക്കാലത്ത് എഴുതപ്പെട്ട വലിയ വലിയ മഹത്തുക്കൾ, സൂഫികൾ, ചിന്തകന്മാർ, വിവിധ മതങ്ങളിൽപ്പെട്ട ഓർത്തഡോക്സ്, ക്രിസ്ത്യാനിറ്റി, മുസ്ലിം നേതാക്കന്മാർ, ഹൈന്ദവ നേതാക്കന്മാർ, അവരൊക്കെ എഴുത്തുകാർ, ചിന്തകന്മാർ, ചരിത്രകാരന്മാർ അവരെല്ലാം എഴുതിയ അവരുടെ രേഖകളിൽ കൃത്യമായി നമുക്ക് കണ്ടെത്താൻ കഴിയും. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല അടക്കമുള്ള രേഖകളിൽ നമുക്ക് യൂറോപ്യന്മാർ കാണിച്ചിട്ടുള്ള ചതി, പുകയില വിൽക്കുക, പുകയിലക്കും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തുക, കറുപ്പ് വിൽക്കുക, നമുക്കറിയാമല്ലോ. ഓപ്പിയം വാർസ് എന്ന പേരിൽ ചൈനയിൽ അറിയപ്പെട്ട യുദ്ധങ്ങൾ ലോകത്തെ മുഴുവനും സുവിദിതമാണ്. അതായത് യൂറോപ്പ് ചൈനയെ അടിമപ്പെടുത്താൻ വേണ്ടി ചെയ്തെന്നാൽ ലോക ചരിത്രത്തെ ഒരാൾ ചെയ്യാത്തത്, അതായത് ഒരു ജനതയെ കറുപ്പ് തീറ്റിക്കുക, എന്നിട്ട് അവര് ലഹരിക്ക് അവരെ അടിമയാക്കുക, എന്നിട്ട് ആ രാജ്യം മെല്ലെ മെല്ലെ അവരുടേതാക്കുക. എങ്ങനെയാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? എങ്ങനെയാണ് ഒരു ജനത അതൊക്കെ ചെയ്യുക? അപ്പൊ ആ യൂറോപ്പിൽ നിന്ന് മോഡേൺ സിവിലൈസേഷൻ വന്നപ്പോൾ തന്നെ മോഡേൺ സിവിലൈസേഷനെ അറപ്പോടുകൂടെയാണ് പൗരസ്ത്യ നാഗരികതകളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത്. പൗരസ്ത്യ ജനത, പൗരസ്ത്യ ദേശത്തെ മതപണ്ഡിതന്മാർ, നേതാക്കന്മാർ, സൂഫിമാർ, വലിയ വലിയ സ്വാമികൾ, അവരെല്ലാം മറ്റേ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയിലെ നേതാക്കന്മാർ, അവരെല്ലാവരും അറപ്പോടെയും വെറുപ്പോടെയുമാണ് സത്യത്തിൽ മോഡേൺ സിവിലൈസേഷൻ മനസ്സിലാക്കിയത്. അത് കൃത്യമായും ക്രൂരതയാണ്, അത് ചതിയാണ്, അത് വഞ്ചനയാണ്, അതെങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന ക്രൂര മനസ്സാണ് ആധുനിക നാഗരികതയുടെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ തികഞ്ഞ അറപ്പോടുകൂടി നമ്മുടെ പൗരസ്ഥരായ മുൻഗാമികൾ അത് മനസ്സിലാക്കിയെടുക്കുകയും പരമാവധി തങ്ങളും തങ്ങളുടെ ജനതയും മോഡേൺ സിവിലൈസേഷനിൽ നിന്ന്, ആധുനിക നാഗരികതയിൽ നിന്ന് പരമാവധി മാറി നിൽക്കണം എന്ന് അവർ ശഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ശഠിക്കൽ, ആ മനസ്സിലാക്കൽ, ആ ഉൾക്കൊള്ളൽ നൂറ്റാണ്ടുകളോളം പൗരസ്ത്യ ദേശങ്ങളിൽ വിവിധ മതങ്ങൾ, ധാർമ്മിക മൂല്യങ്ങളുള്ള, സംസ്കാരമുള്ള, പൗരസ്ത്യ നാഗരികതകളെ, പൗരസ്ത്യ മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളിലും നൂറ്റാണ്ടുകൾ നിലനിന്നതായി നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിന് ചെറിയൊരു വ്യത്യാസം വരുന്നത് 20ാം നൂറ്റാണ്ടോടുകൂടി മാത്രമാണ്. അതിനു മുമ്പ് എല്ലാ നിലക്കും മോഡേൺ സിവിലൈസേഷനിൽ നിന്ന് മാറി നിൽക്കുക എന്ന ഒരു കൃത്യമായ ഉറപ്പും ധാരണയും അങ്ങനെയുള്ള പഠനങ്ങളും അങ്ങനെയുള്ള രീതികളും കിഴക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു, കിഴക്കുള്ള മതസമൂഹങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എൻ്റെ തന്നെ ഗ്രന്ഥമായ
തിരുദൂതർ നിയോഗം എന്ന പുസ്തകം ഇത്തരുണത്തിൽ വായിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. അതായത് മോഡേൺ സിവിലൈസേഷൻ യൂറോപ്പിൽ നിന്ന് വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ പൗരസ്ത്യ ദേശങ്ങളിലെ മുൻഗാമികൾക്ക് എന്തുകൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല? എത്ര മോശപ്പെട്ട രീതികളായിരുന്നു അവർ ഇവിടെ യൂറോപ്പിൽ നിന്ന് വന്ന രീതികൾ, എത്ര മോശപ്പെട്ട കാര്യങ്ങളെയാണ് ഇവിടെ അവർ പ്രചരിപ്പിച്ചത്, എങ്ങനെയാണ് ഈ നാടിനെ അവർ അടിമപ്പെടുത്താൻ ശ്രമിച്ചത് എന്നെല്ലാം വളരെ വിശദമായി തന്നെ തിരുദൂതർ നിയോഗം എന്ന പുസ്തകത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. യൂറോപ്പിന്റെ ലക്ഷ്യം പൗരസ്ത്യ ദേശങ്ങളെ എങ്ങനെയെങ്കിലും കൊള്ളയടിക്കുക, പിന്നെ യൂറോപ്പിന്റെ അവിശുദ്ധമായ പൈശാചിക താല്പര്യങ്ങളെ ഈ ധാർമ്മികമായ സമൂഹങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക, സാംസ്കാരികമായി പൗരസ്ത്യ ദേശങ്ങളെ നശിപ്പിക്കുക, അവരുടെ സമ്പത്ത് കൈക്കലാക്കുക എന്നതായിരുന്നു. നൂറ്റാണ്ടുകൾ യൂറോപ്പ് അത് തന്നെ, കൊളനൈസേഷൻ കാലഘട്ടത്തിൽ പൂർണ്ണമായും അവർ അത് തന്നെയാണ് ചെയ്തത്. അതായത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്പ് കോളനിവൽക്കരണവുമായി വരുന്ന സാഹചര്യത്തിൽ അവർ വളരെ ദരിദ്ര രാജ്യങ്ങളായിരുന്നു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആരും ആഗ്രഹിക്കുന്ന സമ്പത്തും സൗകര്യവും സംസ്കാരവും രീതികളും ആഭിജാത്യവും കെട്ടുറപ്പും എല്ലാം ഉണ്ടായിരുന്ന രാജ്യങ്ങളായിരുന്നു പൗരസ്ത്യ ദേശങ്ങൾ. ആ പൗരസ്ത്യ ദേശങ്ങളെ അവർ കൊള്ളയടിച്ചു. ആ കൊള്ളയടിച്ചു കൊണ്ടുപോയി പൗരസ്ത്യ ദേശങ്ങളെ മുഴുവനും കീഴടക്കി അധിനിവേശവും ചൂഷണവും ആരംഭിച്ച യൂറോപ്പ് ആവശ്യത്തിലധികം അസംസ്കൃത വസ്തുക്കൾ പൗരസ്ത്യ ദേശങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് കടത്തിക്കൊണ്ടുപോയപ്പോൾ അവയെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ യന്ത്രവൽക്കരണം വേണ്ടി വന്നു. നമ്മളിപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം യന്ത്രവൽക്കരണം കൊണ്ടുവന്ന വികസനങ്ങളെയൊക്കെ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് യന്ത്രവൽക്കരണം വേണ്ടി വന്നത് എന്നത് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് യൂറോപ്പിന് യന്ത്രവൽക്കരണത്തിലേക്ക് പോകേണ്ടി വന്നത്? ആവശ്യത്തിലധികം അസംസ്കൃത വസ്തുക്കൾ യൂറോപ്പിൽ കുമിഞ്ഞുകൂടി. പൗരസ്ത്യ ദേശങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ ആവശ്യത്തിലധികം വരുന്ന സമ്പത്ത്, ഈ സമ്പത്തിനെ ഉൽപ്പന്നമാക്കി മാറ്റുവാൻ അവർക്ക് യന്ത്രവൽക്കരണം അത്യാവശ്യമായി വന്നു. അതുകൊണ്ടാണ് യന്ത്രവൽക്കരണം യൂറോപ്പിൽ ആരംഭിക്കുന്നത്. അടിസ്ഥാനപരമായി യൂറോപ്പിന് എന്തുകൊണ്ടാണ് യന്ത്രവൽക്കരണം വേണ്ടി വന്നത്? ആവശ്യത്തിലധികം സമ്പത്തും അസംസ്കൃത വസ്തുക്കളും അവരുടെ കയ്യിൽ കുമിഞ്ഞുകൂടി. അതുകൊണ്ട് വ്യക്തികൾക്ക് അവരുടെ ഒരു ഹ്യൂമൻ എനർജി മാത്രം ചെലവഴിച്ച് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്നതിലധികം സാധനങ്ങൾ അവർക്ക് പൗരസ്ത്യ ദേശങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച് ചൂഷണത്തിലൂടെയും ക്രൂരതയിലൂടെയും ലഭ്യമായപ്പോൾ ആ ലഭ്യമായ അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുവാൻ വേണ്ടി മാത്രമാണ് യന്ത്രവൽക്കരണം യൂറോപ്പിൽ ആരംഭിക്കുന്നത്. അപ്പൊ മോഡേൺ സിവിലൈസേഷന്റെ ഏറ്റവും വലിയ നേട്ടമായി ഇന്ന് നമ്മൾ കാണുന്ന യന്ത്രവൽക്കരണം, ഈ യന്ത്രവൽക്കരണത്തിന്റെ അടിസ്ഥാനം പോലും ചൂഷണമാണ്, അതിന്റെ അടിസ്ഥാനം പോലും ക്രൂരതയാണ്, അതിന്റെ അടിസ്ഥാനം പോലും മനുഷ്യത്വ ഇല്ലായ്മയാണ്. യഥാർത്ഥത്തിൽ ഈ ചൂഷണത്തിനാൽ ഉണ്ടായിത്തീർന്ന ഉൽപ്പന്നങ്ങൾ, യന്ത്രവൽക്കരണം, അതിനാൽ കുമിഞ്ഞുകൂടിയ ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങളെ പൗരസ്ത്യ രാജ്യങ്ങളിലെ മാർക്കറ്റുകളാക്കി മറ്റൊരു ചൂഷണത്തിന് തുടക്കമിടുകയാണ് സത്യത്തിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ അഥവാ വ്യവസായ വിപ്ലവം 18-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുന്നത്. നമ്മൾ ഇന്ന് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന യൂറോപ്പിന്റെ വ്യവസായ വിപ്ലവം വലിയ മഹത്തായ ഒരു കാര്യമാണെന്നാണ്. അതൊക്കെ നമ്മുടെ ചരിത്രകാരന്മാർക്ക് ബോധം ഇല്ലാതെ വന്നുപോയതാണ്. സത്യത്തിൽ വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞാൽ ചൂഷണമാണ്. ആരുടെ ചൂഷണം? യൂറോപ്പിന്റെ ചൂഷണം. യൂറോപ്പ് നമ്മുടെ പൗരസ്ത്യ രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോയ ഉൽപ്പന്നങ്ങളെ, അസംസ്കൃത വസ്തുക്കളെ അവർ യന്ത്രങ്ങളിലൂടെ വലിയ കുമിഞ്ഞുകൂടിയ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയപ്പോൾ ആ ഉൽപ്പന്നങ്ങളെ വീണ്ടും പൗരസ്ത്യ രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അതാണ് 18-ാം നൂറ്റാണ്ടിലൂടെ നമ്മൾ കാണുന്ന വ്യവസായ വിപ്ലവത്തിന്റെ ആധാരം. അപ്പൊ വ്യവസായ വിപ്ലവത്തെ ഒരു മഹത്തായ കാര്യമായിട്ടാണ് ഇന്ന് നമ്മളെ യുവാക്കൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും അല്ല. അതായത് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. അപ്പൊ പരുത്തി, ആ ഇന്ത്യയിലും ഇന്ത്യ പോലെയുള്ള നമ്മുടെ പൗരസ്ത്യ ദേശങ്ങളിലും ഉണ്ടാക്കിയ പരുത്തി യൂറോപ്യർ കടത്തിക്കൊണ്ടുപോകാം.
ആ പരുത്തി കർഷകർ ആവശ്യമായ അവർ യൂറോപ്പ് കൊടുക്കുന്ന, യൂറോപ്പ് നിശ്ചയിക്കുന്ന ചെറിയ ഒരു വില, അത് മാത്രമാണ് സത്യത്തിൽ പലപ്പോഴും ഈ സാധുക്കളായ പരുത്തി കർഷകർക്ക് ലഭിക്കുക. ഈ പരുത്തി കർഷകരിൽ നിന്ന് കൊണ്ടുപോയ, കൊള്ളയടിക്കുന്നത് പോലെ കൊണ്ടുപോയ ഈ ഉൽപ്പന്നങ്ങളെ, കാർഷിക ഉൽപ്പന്നങ്ങളെ യൂറോപ്പിൽ കൊണ്ടുപോയി യന്ത്രങ്ങൾ വഴിയായി വലിയ വസ്ത്രങ്ങളാക്കി മാറ്റി, പളപളപ്പുള്ള ഉന്നതമായ വസ്ത്രങ്ങളാക്കി കൊണ്ടുവന്ന് അത് പൗരസ്ത്യ ദേശങ്ങളിൽ വിൽക്കുക. യൂറോപ്പിന്റെ വസ്ത്രങ്ങൾ സത്യത്തിൽ എന്താണ്? ഈ ആളുകൾ ഈ പരുത്തി ഉണ്ടാക്കിയ ഒരു പട്ടിണി കിടന്ന് മരിക്കുക. അതേസമയത്ത് അടിച്ചു കൊണ്ടുപോയ യൂറോപ്യർ വലിയ വലിയ കോർപ്പറേറ്റ് സമ്പന്നന്മാരായി മാറുക. അതുകൊണ്ടാണ് സത്യത്തിൽ ഗാന്ധിജിയെ നമ്മൾ അവിടെയാ മനസ്സിലാക്കേണ്ടത്. യൂറോപ്പിന്റെ പളപളപ്പുള്ള വസ്ത്രങ്ങൾ വന്നപ്പോൾ ഗാന്ധിജി തടഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് ആ വസ്ത്രം വേണ്ട. ഇവിടുന്ന് അടിച്ചു കൊണ്ടുപോയ പരുത്തി മനോഹരമായ വസ്ത്രങ്ങളാക്കി ഈ രാജ്യത്തേക്ക് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ നമുക്ക് നല്ല വസ്ത്രം ധരിക്കാമല്ലോ എന്ന നിലയിൽ ആ വസ്ത്രങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സൗകര്യമൊരുക്കി കൊടുക്കല്ലേ ഒരു ദേശത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന ഗാന്ധിജി ചെയ്യേണ്ടത്. പകരം ഗാന്ധിജി എന്താ ചെയ്തത്? ഈ വ്യവസായ വിപ്ലവത്തിന് സമ്പൂർണമായി എതിരായ വ്യക്തിയായിരുന്നു രാഷ്ട്രപിതാവായ ഗാന്ധിജി. എന്തുകൊണ്ട്? വ്യവസായ വിപ്ലവം ചൂഷണമാണ്, വ്യവസായ വിപ്ലവം തെറ്റാണ്. വ്യവസായ വിപ്ലവം എന്ന് പറയുന്നത് മറ്റൊരുത്തന്റെ ചോരയെ ഊറ്റി കുടിച്ചിട്ട് അതിൽ നിന്ന് വളരലാണ്. അതുകൊണ്ട് ഇന്ത്യക്കാരോട് ഗാന്ധിജി എന്ത് പറഞ്ഞു? നമ്മൾ ഒരിക്കലും നമ്മിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ വസ്ത്രങ്ങളാണ്, അസംസ്കൃത വസ്തുക്കളാണത്. അത് പളപള മിന്നുന്ന വസ്ത്രങ്ങളാക്കി യന്ത്രങ്ങളിലൂടെ നമ്മളെ അവർ ഒരിക്കൽ അടിച്ചുകൊണ്ടുപോയി വീണ്ടും വലിയ വില ചുമത്തി നമ്മളെ മേൽ വിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ വസ്ത്രം വേണ്ട. നമ്മൾ അടിസ്ഥാന പരുത്തി ചർക്കയിലിട്ട് നൂല് നൂറ്റി അതിൽ നിന്നുണ്ടാകുന്ന വസ്ത്രം മാത്രം ഇന്ത്യക്കാരൻ ഉപയോഗിച്ചാൽ മതി. അവരുടെ വസ്ത്രം നമുക്ക് വേണ്ട. നിങ്ങൾ നോക്കൂ, ഇത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ നമ്മൾ ഈ പുറകോട്ട യാത്ര ചെയ്ത് ഗാന്ധിജിക്ക് ശേഷം ഈ യൂറോപ്യൻ വിപ്ലവത്തിനെ തന്റെ മനക്കരുത്ത് കൊണ്ട് തടഞ്ഞു നിർത്തിയ മഹാനായ മഹാത്മജിക്ക് ശേഷം നാം ഇന്ത്യക്കാർ എത്ര പുറകോട്ട പോയത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആധുനിക യുഗത്തിലെ, ആധുനിക നാഗരികതയിലെ, മോഡേൺ സിവിലൈസേഷനിലെ സകല വ്യവസ്ഥിതികളും, സകല അടിസ്ഥാന ഉൽപ്പന്നങ്ങൾ, അതായത് മോഡേൺ സിവിലൈസേഷൻ നമ്മളെ മേൽ കൊണ്ടുവന്ന വ്യവസ്ഥിതികൾ, അതെന്ത് തന്നെയായാലും, അത് വസ്ത്രമായാലും അതെന്തായാലും, അതെല്ലാം ചൂഷണവും ക്രൂരതയും ചതിയും വഞ്ചനയും മാത്രം അടിസ്ഥാനപ്പെടുത്തിയ പാശ്ചാത്യ സംസ്കാരങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് എന്നാണ്. നവലോകക്രമത്തിലെ വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഉൽപാദനം, വ്യവസായം, ആരോഗ്യം, വിനോദം, വാർത്താവിനിമയം, കച്ചവടം തുടങ്ങിയതെല്ലാം സർവമേഖലയും അധാർമികതയും പൈശാചികതയും ചൂഷണവും ക്രൂരതയും മാത്രം അടിസ്ഥാനപ്പെടുത്തിയതും ആരെയും കൊന്നും ആരുടെ ചോര ഊറ്റി കുടിച്ചും നേടണമെന്ന യൂറോപ്യൻ മനസ്സിൽ നിന്ന് ഉണ്ടായവയുമാണ്. അതായത് ആധുനിക വിദ്യാഭ്യാസം, അതിന്റെ അടിസ്ഥാനം എന്താ? യൂറോപ്പ്. എന്താ ഇതിന്റെ താല്പര്യം? ചൂഷണം. ആധുനിക മോഡേൺ മെഡിസിൻ, എന്താ ഇതിന്റെ താല്പര്യം? 100% യൂറോപ്പിലെ താല്പര്യം എന്താ? ചൂഷണം. അല്ലാതെ എന്താ മോഡേൺ മെഡിസിന്റെ ലക്ഷ്യം? എന്താണ് മോഡേൺ മെഡിസിൻ? നമ്മുടെ രാജ്യങ്ങളിലെല്ലാം ഈ കാലഘട്ടത്തിലൂടെയാണ്, 19-20 നൂറ്റാണ്ടുകളിലൂടെയാണ്, പ്രത്യേകിച്ച് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിലൂടെയാണ് മോഡേൺ മെഡിസിന്റെ വ്യാപനം പൗരസ്ത്യ രാജ്യങ്ങളാണ്, ഇന്ത്യ അടക്കമുള്ള പൗരസ്ത്യ രാജ്യങ്ങളിൽ ഉണ്ടാവും. അത് ആ കാലഘട്ടത്തിൽ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നിരാകരിച്ചു. അത് വേണ്ട, മരിച്ചാൽ മരിച്ചോട്ടെ. ഉദാഹരണം പറയാം, ഇപ്പൊ മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ മോഡേൺ മെഡിസിൻ കൊണ്ടുവന്നത് നമുക്ക് ആയുസ് കൂട്ടി, ഇതൊക്കെ നമ്മളെ പ്രഭാഷണങ്ങളാണ്. മോഡേൺ മെഡിസിൻ നമ്മൾ രോഗമില്ലാതെയാക്കി, മോഡേൺ മെഡിസിൻ നമ്മുടെ ആയുസ് വർദ്ധിപ്പിച്ചു എന്നൊക്കെയാണ് ഇന്ന് നമ്മുടെ പ്രഭാഷകരും എഴുത്തുകാരും പറയുന്നത്. ഇനിയിപ്പോൾ ആളുകൾ മരിച്ചു തീരെയായിരുന്നു അങ്ങനെ. പക്ഷെ അതേ സമയത്ത് നമ്മുടെ മുൻഗാമികൾ, വലിയ മഹാന്മാരായ മുൻഗാമികൾ, നമുക്ക് മുമ്പ് കടന്നുപോയവർ, വലിയ വലിയ ചിന്തകന്മാർ, ലോകം കണ്ട മഹാപ്രതിഭകൾ, അവർ മോഡേൺ മെഡിസിനെ നിരാകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട്? മോഡേൺ മെഡിസിന്റെ അടിസ്ഥാനം ചൂഷണമാണ്. അതിന്റെ അടിസ്ഥാനം, മോഡേൺ മെഡിസിന്റെ അടിസ്ഥാനം ക്രൂരതയാണ്. അത് ഉൾക്കൊള്ളാൻ അത്തരം ആളുകൾക്ക് കഴിയില്ല. വേണമെങ്കിൽ ആ ഉദാഹരണം പറയാം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാനായ മഹാത്മജി തന്റെ ഭാര്യ ന്യൂമോണിയ ബാധിച്ച്
1944 മരണത്തോട് മല്ലിടും. ആ സമയത്ത് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലമാണ്. ആന്റിബയോട്ടിക് മരുന്നുകളിൽ പ്രധാനമായ പെൻസിലിൻ യൂറോപ്പ് ലോകവ്യാപകമാകുന്ന ഒരു കാലഘട്ടത്തിൽ തന്റെ ഭാര്യ കസ്തൂർബ ഗാന്ധി ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഡോക്ടർമാരടക്കം അക്കാലത്തെ പ്രഗത്ഭരായ പല ഡോക്ടർമാരും ഗാന്ധിജിയെ ഉപദേശിക്കുന്നുണ്ട്, പെൻസിലിൻ കൊടുത്താൽ ഇത് പരിഹരിക്കും. അത് മോഡേൺ മെഡിസിന്റെ കയ്യിൽ ഏറ്റവും പ്രധാനമായി ഉണ്ട്. ഈ സമയത്ത് ഗാന്ധിജി ഒരിക്കലും അതിന് സമ്മതിക്കുന്നില്ല. എന്റെ ഭാര്യക്ക് ന്യൂമോണിയ, തന്റെ ഭാര്യ, അതായത് ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ 20ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും ധാർമ്മികതയുടെയും നൈതികതയുടെയും പിതാവായി 20ാം നൂറ്റാണ്ടിൽ അറിയപ്പെടുന്ന ഗാന്ധിജി സ്വന്തം ഭാര്യയെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിന് വിട്ടുകൊടുക്കുക. ഇംഗ്ലീഷ് ചരിത്രകാരന്മാരടക്കം ധാരാളം ചരിത്രകാരന്മാർ കസ്തൂർബ ഗാന്ധിയുടെ മരണത്തിന്റെ പിന്നിൽ ഗാന്ധിജിയുടെ ചില കടുംപിടുത്തമാണ്, ഗാന്ധിജിയാണ് കസ്തൂർബയെ കൊന്നത് എന്നാരോപിച്ചിട്ടുണ്ട്. സത്യത്തിൽ എന്താ സംഭവിച്ചത്? എന്റെ ഭാര്യയോട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു ഗാന്ധിജി എന്ന് അദ്ദേഹം തന്റെ സത്യാന്വേഷണ പരീക്ഷകളിലൊക്കെ ഭാര്യയുമായുള്ള തന്റെ സ്നേഹബന്ധത്തെ കുറിച്ച് അതിമനോഹരമായി വിശദീകരിക്കുന്നുണ്ട്. തന്റെ ജീവിതത്തിന്റെ നല്ല പാതിയായ ഭാര്യയോട് വല്ലാത്തൊരു ഇഷ്ടവും ബന്ധമൊക്കെയുള്ള ഗാന്ധിജി ഒരിക്കലും ആന്റിബയോട്ടിക് മരുന്നായ മോഡേൺ മെഡിസിന്റെ ഉൽപ്പന്നമായ പെൻസിലിൻ കൊടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല. എന്തുകൊണ്ട്? അത് യൂറോപ്പിന്റെ മരുന്നാണ്. യൂറോപ്പിന്റെ എല്ലാത്തിന്റെ പിന്നിലും, അത് മോഡേൺ ടെക്നോളജി ആയാലും മോഡേൺ മെഡിസിൻ ആയാലും മോഡേൺ എഡ്യൂക്കേഷൻ ആയാലും അതിൻ്റെ ഒക്കെ പിന്നിൽ ചൂഷണവും ക്രൂരതയും മാത്രമാണുള്ളത്. അന്യന്റെ ചോര ഊറ്റിക്കുടിച്ച് നേടുക എന്ന താല്പര്യം മാത്രമാണുള്ളത്. അതെന്റെ ഭാര്യക്ക് വേണ്ട, മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ. അവർ ന്യൂമോണിയ ബാധിച്ചു തന്നെ മരിച്ചു. എന്റെ ഈ പുസ്തകത്തിൽ, സാത്താന്റെ നവലോകക്രമം എന്ന പുസ്തകത്തിൽ, അതിന്റെ 136ാമത്തെ പേജിൽ ഇത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രമാണ്. ഇതുപോലെ എന്തിനെ ഞാൻ ഉദ്ധരിച്ചു എന്നാൽ, നമ്മുടെ മുൻഗാമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു. യൂറോപ്പിനെ എങ്ങനെയെങ്കിലും, യൂറോപ്പിന്റെ വസ്ത്രം വേണ്ട, യൂറോപ്പിന്റെ വിദ്യാഭ്യാസം വേണ്ട, യൂറോപ്പിന്റെ ടെക്നോളജി വേണ്ട, യൂറോപ്പിന് നാം ചർക്കയിൽ നൂറ്റുണ്ടാക്കുക, യൂറോപ്പിന്റെ യന്ത്രം വേണ്ട, യന്ത്രവൽക്കരണം വേണ്ട, യൂറോപ്പിന്റെ ഒന്നും വേണ്ട. യൂറോപ്പ് ജീവൻ രക്ഷിക്കുകയാണെങ്കിൽ യൂറോപ്പ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചോളമെന്നില്ല, ഞങ്ങൾക്ക് മരിക്കാം. എന്തുകൊണ്ട്? യൂറോപ്പ് എന്ത് നന്മ ചെയ്താലും അതേത് തരം നന്മയാണെങ്കിലും അത് തിന്മയാണ് എന്ന ബോധം മഹാനായ ഗാന്ധിജിക്കുണ്ടായിരുന്നു. മെഡിസിനെ പറ്റി പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ്. മെഡിസിൻ മാത്രമല്ല, യൂറോപ്പിന്റെ വിദ്യാഭ്യാസമല്ല, അതിന്റെ അടിസ്ഥാനം ചൂഷണമാണ്. യൂറോപ്പിന്റെ വിനോദമല്ല, അതിന്റെ അടിസ്ഥാനം ചൂഷണമാണ്. യൂറോപ്പിന്റെ വസ്ത്രം നാം അണിയേണ്ട വസ്ത്രമല്ല, അത് ചോരക്കറ പുരണ്ട വസ്ത്രമാണ്. യൂറോപ്പിന്റെ രീതികൾ യഥാർത്ഥ രീതികളിൽ അത് ധാർമ്മികത തീരെയില്ല എന്ന് എല്ലാ വിഭാഗത്തിലും പെട്ട നമ്മുടെ മുൻഗാമികൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തു. അതാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒക്കെ അടിസ്ഥാനം. എന്തുകൊണ്ട്? അവരുമായി നമ്മൾക്ക് ഒരു ബന്ധവും വേണ്ട. കാരണം അവരുടെ മനസ്സ് ക്രൂരമാണ്, അവരുടെ ചിന്തകൾ ക്രൂരമാണ്, ധാർമ്മികത ലവലേശം അവർക്കില്ല. അവർ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ രീതിയെയും നമ്മുടെ പവിത്രതയെയും നമ്മുടെ പാരമ്പര്യത്തെയും സമ്പൂർണമായി നശിപ്പിക്കും. കേവലം മോഡേൺ മെഡിസിൻ, ഗാന്ധിജി പെൻസിലിന്റെ ഒരു കാര്യം പറഞ്ഞത് ഇവിടെ ഒരു ഉദാഹരണം മാത്രമാണ്. അത് മാത്രമല്ല, സർവ്വതും നമ്മുടെ മുൻഗാമികൾ നിരാകരിച്ചു. അതായത് മോഡേൺ സിവിലൈസേഷൻ, ആധുനിക നാഗരികത എന്ന് പറയുന്നതിനെ അതിന് പൂർണ്ണമായി അകലം നിൽക്കണമെന്നാണ് നമ്മുടെ മുൻഗാമികൾ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ കാല സമൂഹങ്ങളെല്ലാം എന്ത് ചെയ്തു? ഉദാഹരണം പറയാം, അതനുസരിച്ചുള്ള സൂഫി ഫത്വകൾ വന്നു. എല്ലാവരും, ഗാന്ധിജിയിൽ മാത്രമല്ല നമുക്കത് കാണാൻ കഴിയുക. നമ്മുടെ ധാരാളം സൂഫി പണ്ഡിതന്മാരുടെ ഫത്വകൾ. ഉദാഹരണം ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഹറാമാണ്, അത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് ആരാ ഇത് പറയുന്നത്? വിജ്ഞാനത്തിന് വേണ്ടി ചൈനയോളം ഓടിയാലും പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഒരു തിരുദൂതരുടെ പിൻഗാമികൾ, അത് ലോകത്തിന് പകർന്നു നൽകിയ സമൂഹം.
ആയിരക്കണക്കായ കാലങ്ങൾ വിജ്ഞാനത്തിന് വേണ്ടി സഞ്ചരിച്ചവരുടെ പിൻഗാമികൾ, വിജ്ഞാനത്തിന് വേണ്ടി മരണക്കിടക്കയിൽ കിടന്നും വിജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ചവർ, അവരാണ് എന്ത് പറഞ്ഞത്? ഇംഗ്ലീഷ് ഭാഷ പഠിക്കൽ നിഷിദ്ധമാണ്. എന്തുകൊണ്ട്? അത് ഇംഗ്ലീഷ് ഭാഷയോടുള്ള അറപ്പല്ല, പകരം അത് ഇംഗ്ലീഷുകാരോടുള്ള അറപ്പാണ്, അത് യൂറോപ്യരോടുള്ള അറപ്പാണ്. എന്തുകൊണ്ട്? അവരുടെ മനസ്സ് അത്രയും ക്രൂരമാണ്, അവരുടെ സംസ്കാരം അത്രയും മലീമസമാണ്. അവര് നമ്മൾ ഉൾക്കൊള്ളുന്നതിലൂടെ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ തനിമ, നമ്മുടെ അടിസ്ഥാനമായ സകല മൂല്യങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടുമെന്ന ബോധമാണ്. പിൽക്കാലഘട്ടത്തിൽ ചില ആളുകളൊക്കെ ആക്ഷേപിക്കും മുൻഗാമികളെ, അവർ ഇംഗ്ലീഷ് ഭാഷ പഠിക്കൽ ഹറാമാണെന്ന് പറഞ്ഞവരല്ലേ. എന്തുകൊണ്ട് പറഞ്ഞു? ഇംഗ്ലീഷുകാരുടെ വസ്ത്രം നമുക്ക് വേണ്ടാന്ന് പറയുന്ന ഒരു ഗാന്ധിജിയുടെ മനസ്സ് തന്നെയാണ് ആ മനസ്സ്. എന്തുകൊണ്ട്? സമ്പൂർണമായി അത് നമ്മളെ നശിപ്പിക്കും, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കും. അപ്പൊ അവരുടെ പഠിപ്പ് നമുക്ക് വേണ്ട, അവരുടെ വിദ്യാഭ്യാസം വേണ്ട, അവര് നമുക്കൊന്നും വേണ്ട. എന്തുകൊണ്ട്? അത് ചൂഷണവും ക്രൂരതയും ചതിയും വഞ്ചനയും കൊണ്ട് മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് അത് കയറി വരുള്ളൂ. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് നമ്മുടെ തലമുറകളെ നശിപ്പിക്കും. അവരുടെ വിദ്യാഭ്യാസം നാം സ്വീകരിക്കേണ്ടതില്ല. നമ്മുടെ ഗുരുകുലങ്ങളിലും നമ്മുടെ സെമിനാരികളിലും ദർസുകളിലും എല്ലാം പഠിക്കുന്ന സാധാരണ പഠനം നമുക്ക് മതി. അതിലൂടെ മനുഷ്യത്വം നമ്മളിൽ നിലനിൽക്കും. ഇംഗ്ലീഷുകാർക്ക് മനുഷ്യത്വമല്ല. മോഡേൺ സിവിലൈസേഷൻ ആരംഭിക്കുന്ന തന്നെ വാസ്കോഡി ഗാമയെ പോലത്തെ ആളുകളിലൂടെ അത് വരുന്നത് തന്നെ ക്രൂരതയിലൂടെയും പൈശാചികതയിലൂടെയും. പിശാചിന്റെ മനസ്സ്, അതാണ് ലോകം അവരിൽ നിന്ന് കണ്ടത്. അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസങ്ങളിൽ നിന്നും രീതികളിൽ നിന്നും പൂർണ്ണമായും, അവരുടെ മെഡിസിൻ ആണെങ്കിലും വസ്ത്രമാണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും എല്ലാത്തിൽ നിന്നും നമ്മുടെ മുൻഗാമികൾ ധർമ്മബോധമുള്ള നല്ലവരായ ഗാന്ധിജിയെ പോലെ വലിയ വലിയ സൂഫികളെ പോലെ വലിയ വലിയ ആളുകൾ ഇതിനത്തോട് പൂർണ്ണമായി മാറി നിൽക്കുകയും ഇംഗ്ലീഷിൽ നിന്ന് വന്ന യൂറോപ്പിൽ നിന്ന് വന്ന സങ്കലത്തിനോടും വളരെ നമ്മളെ സമൂഹത്തെ മാറ്റി നിർത്തുകയും ചെയ്തു. അതാണ് സത്യത്തിൽ പൗരസ്ത്യ ദേശങ്ങളിലെ ധാർമ്മിക ബോധമുള്ള സമൂഹങ്ങളെല്ലാം സത്യത്തിൽ മോഡേൺ സിവിലൈസേഷനിൽ നിന്നും ആധുനിക നാഗരികതകളിൽ നിന്നും ആധുനിക വിദ്യാഭ്യാസ രീതികളിൽ നിന്നൊക്കെ വളരെ പുറകോട്ട് പോകാനുള്ള അടിസ്ഥാന കാരണം. അതിലേറ്റവും പുറകോട്ട് പോയത് മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ട്? മുസ്ലിങ്ങൾ കൃത്യമായി സൂഫി പണ്ഡിതന്മാരെ ചാണിന് ചാണായി പിൻപറ്റുന്ന ജനതയാണ്. അവര് സൂഫി പണ്ഡിതന്മാരോ ജനങ്ങൾക്ക് വേണ്ടത് എന്തിനേക്കാളും വേണ്ടത് മനുഷ്യത്വമാണ്, നീതിയാണ്, സത്യമാണ്. ഒരാളെയും ചതിക്കരുത്, ഒരാളെയും വഞ്ചിക്കരുത്, ഒരാളെ ക്രൂരത കാട്ടരുത്, ഒരാളെയും ധർമ്മവിരുദ്ധമായി ഇടപെടരുത്. ഉദാഹരണം, യുദ്ധക്കളത്തിൽ പോലും പിന്നിൽ നിന്ന് വെട്ടരുത്. ഇതാണല്ലോ കളരി അഭ്യാസത്തിന്റെ നിയമങ്ങൾ. കളരി എന്നത് സത്യത്തിൽ ഇന്ത്യൻ പാരമ്പര്യമാണ്. അതിൽ ജാതി മതം ഒന്നുമില്ല. ജാതി മതങ്ങൾക്ക് അതീതമായ ഒരു ഇന്ത്യൻ മനസ്സാണ് സത്യത്തിൽ കളരി. പക്ഷെ അവിടെ നിയമങ്ങൾ കർശനാണ്. ഇതൊന്നും യൂറോപ്യർക്ക് ബാധകമല്ല. അപ്പൊ യൂറോപ്യരെ മുഴുവനും നിരാകരിച്ചു. അതിൽ ചാണിന് ചാണായി നിരാകരിച്ച ഒരു ജനതയായിരുന്നു മുസ്ലിമീങ്ങൾ. അതോടെ എന്തുകൊണ്ട് സൂഫികൾ അപ്പടി പിൻപറ്റി. അവർ ഇംഗ്ലീഷ് പഠിച്ചില്ല, മോഡേൺ എഡ്യൂക്കേഷനിലേക്ക് മക്കളെ പറഞ്ഞയച്ചില്ല പൂർണ്ണമായി. നമ്മൾ ഇതൊക്കെ സത്യത്തിൽ എന്താണ്? നമ്മൾ പുറകോട്ട് പോയതല്ല, നമ്മൾ പുറകോട്ട് നിന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരാന്റെ വിറക് വെട്ടികളും വെള്ളം കോരികളുമായി ഒന്നിനും കൊള്ളാത്തവരായി നമ്മളെ മുസ്ലിം സമുദായം തകർന്നു പോയി എന്ന് പറഞ്ഞ പ്രഭാഷണങ്ങൾ ഈ 950-കൾക്ക് ശേഷം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് സത്യത്തിൽ വെളിച്ചമില്ലാത്ത മനസ്സുകളാണ് അത്തരം പ്രഭാഷണങ്ങൾ നടത്തിയത്. അതായത് ആരാന്റെ വിറക് വെട്ടികളും വെള്ളം കോരികളും ആവുന്നതിന് പകരം നിങ്ങൾ മോഡേൺ എഡ്യൂക്കേഷൻ അഭ്യസിക്കൂ, നിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് എടുത്തു ചാടൂ എന്നൊക്കെ പറഞ്ഞ ചില നേതാക്കന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ ഹൃദയത്തിന് വെളിച്ചമില്ലാത്തവരായിരുന്നു. അവർക്ക് കാര്യങ്ങൾ വസ്തുതകൾ അറിയാൻ. എന്തുകൊണ്ട്? നമ്മൾ പുറകോട്ട് പോയതല്ല, നമ്മൾ പുറകോട്ട് നിന്നതാണ്. അത് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല. പലരും അതിനുണ്ട്. ഞാൻ പേരിപ്പോ എടുത്തു പറയുന്നില്ല. ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യൽ ഇവിടെ എനിക്ക് ഉദ്ദേശമില്ല. പക്ഷെ അവർക്ക് കാര്യം മനസ്സിലായില്ല എന്നതാണ് കാരണം. മോഡേൺ എഡ്യൂക്കേഷനിലൂടെ യൂറോപ്പനൈസേഷൻ കയറി വരും. അത് ക്രൂരമാണ്. അതിൽ മതബോധമില്ല, ധർമ്മബോധമില്ല.
ഇന്നിപ്പോ നമ്മളെ വീടുകളുടെ അകത്തളങ്ങളിലെല്ലാം അല്പം ധർമ്മബോധമുള്ളവർ വിളിച്ചു പോകുന്ന ഒരു കാര്യം എന്താ? നമ്മളെ കുട്ടികൾക്ക് മതബോധം നഷ്ടപ്പെട്ടു, നമ്മളെ കുട്ടികൾക്ക് ധർമ്മബോധം നഷ്ടപ്പെട്ടു. വലിയ കുലജാതരായ മക്കൾക്ക് പോലും അവരിൽ പോലും ലിബറലിസം കയറിക്കൂടി എന്നാണ് നമ്മുടെ ഈ വർത്തമാന സാഹചര്യത്തിൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ വിളിച്ചു പറയും. എന്താ? ഉന്നത കുലങ്ങൾ, അവിടെ നിന്നുള്ള പാവപ്പെട്ട നല്ല മക്കൾക്ക് പോലും ഇന്ന് ലിബറലിസം കയറിക്കൂടി എന്നാ വിളിച്ചു പറയുന്നത്. സത്യമാണത്. എന്തുകൊണ്ട്? നമ്മൾ ഇടക്കാലത്ത് അത് മനസ്സിലാക്കാൻ നമ്മുടെ ഇടക്കാലത്തെ ചില ആളുകൾക്ക് കഴിഞ്ഞില്ല. നമ്മൾ പുറകോട്ട് പോയി എന്നാണ് മനസ്സിലാക്കിയത്. CH പോലത്തെ ചില ആളുകളൊക്കെ ഈ വിഷയത്തിൽ ഹൃദയത്തിന് വെളിച്ചം കിട്ടാത്ത ഇത് കൊണ്ട് വന്ന അബദ്ധമായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് നമ്മൾ പുറകോട്ട് പോയതാണെന്ന് CH പോലെയുള്ള ചില ആളുകൾ അന്ന് തെറ്റിദ്ധരിച്ചു പോയതാണ്. നമ്മൾ പുറകോട്ട് പോയതല്ല, നമ്മൾ പുറകോട്ട് നിന്നതാണ്. അതായത് ഇംഗ്ലീഷുകാരുടെ വേഷം വേണ്ട, ഭാഷ വേണ്ട, വസ്ത്രം വേണ്ട എന്ന് പറയും പോലെയാണ് അവരുടെ മെഡിസിൻ വേണ്ട എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവരുടെ വിദ്യാഭ്യാസവും വേണ്ട. വിദ്യാഭ്യാസം കടന്നുകൂടിയാലോ നമ്മളല്ലാതെയാവും, നമ്മൾ ക്രൂരന്മാരാവും, നമ്മൾ ചൂഷകന്മാരാവും, നമ്മൾ ചതിയന്മാരാവും, നമ്മൾ ദൈവത്തിന് വിരുദ്ധരാവും, ധർമ്മബോധത്തിന് വിരുദ്ധരാവും, മതത്തിന് വിരുദ്ധരാവും, പള്ളിക്ക് വിരുദ്ധരാവും, ധർമ്മ സംസ്ഥാപനങ്ങൾക്ക് വിരുദ്ധരാവും. പരസ്പരം നമുക്ക് തിരിച്ചറിയാൻ കഴിയൂല. ഇന്നിപ്പോ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഗീയത വളരുന്നത്? തിരിച്ചറിയാൻ കഴിയായ്മ. എന്നാൽ മോഡേൺ എഡ്യൂക്കേഷൻ എന്ത് കുറവാ നമുക്കുള്ളത്? മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്നവരിൽ ഇംഗ്ലീഷുകാരെ പോലെ തന്നെയല്ലേ നമ്മളും? മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്നവരിൽ ആരെക്കാൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ മോഡേൺ മെഡിസിനും മോഡേൺ എഡ്യൂക്കേഷനും മോഡേൺ ടെക്നോളജിയും മോഡേൺ വിനോദവും മോഡേൺ രീതികളും നമ്മളിൽ സാർവത്രികമായ കാലത്ത് നമ്മളിൽ എന്താ ഇപ്പൊ വളരുന്നത്? ക്രൂരത. അടുത്ത ഹിന്ദുവിനോട് നമുക്ക് ഇഷ്ടമല്ല, ഹിന്ദുവിന് അടുത്ത മുസ്ലിമിന് ഇഷ്ടമല്ല. ഇവര് കാലം ഉണ്ടായിരുന്നു, അവന് ഹിന്ദുവാണ് എന്ന് നമുക്ക് അറിയില്ല, അവനൊരു മനുഷ്യനാണ്. ഇവൻ മുസ്ലിമാണ് എന്ന നിലക്ക് അവൻ നമ്മൾ ഹിന്ദു വായിച്ചില്ല, അവനൊരു മനുഷ്യനാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അങ്ങനെയാണ് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും, ഒരു നിലക്ക് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെയും ആ ഒരു ധർമ്മത്തിന്റെ കൃത്യത വരുത്തി തീർക്കാൻ നിലനിൽക്കാൻ നമ്മുടെ മുൻഗാമികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം വരുന്നവർക്ക് കഴിഞ്ഞില്ല. അതില് സത്യത്തിൽ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ധർമ്മത്തെയും വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാത്ത, ഞാൻ CH ആത്മാർത്ഥതയില്ല, CH പോലെയുള്ള ആളുകൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല എന്നല്ല പറഞ്ഞത്, അവർക്ക് ഹൃദയത്തിന് വെളിച്ചം കിട്ടിയില്ല. നമ്മൾ പുറകോട്ട് പോയതാണെന്ന് അത്തരം ആളുകൾ തെറ്റിദ്ധരിച്ചു. ഞാൻ അവരെ ആക്ഷേപിക്കുന്ന എന്റെ ഉദ്ദേശം അല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കരുത്. അത്തരം ആളുകൾ നമ്മുടെ ഇടക്കാലത്ത് വന്ന പ്രഭാഷകരും എഴുത്തുകാരും ചിന്തകന്മാരും ഒക്കെ നമ്മൾ പുറകോട്ട് പോയി പുറകോട്ട് പോയതല്ല, നമ്മൾ പുറകോട്ട് കരുതി കൂട്ടി നിന്നു. എന്തുകൊണ്ട്? നമ്മൾക്ക് മതം വേണം, ധർമ്മം വേണം, നീതി വേണം, സത്യം വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മനുഷ്യനെ അറിയുക എന്നതാണ് അറിവ്. ഏറ്റവും വലിയ അറിവ് മനുഷ്യനെ അറിയലാണ്. ഈ പ്രപഞ്ചത്തിലെ കോടാനക്കോടി ജീവവർഗങ്ങളിൽ അവയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവനാണ് മനുഷ്യൻ. മനുഷ്യൻ ഭൂമിയെ ചൂഷണം ചെയ്യേണ്ടവനല്ല, ഭൂമിയെ സംരക്ഷിക്കേണ്ടവനാണ് എന്ന ബോധം, ആ ഒരു അടിസ്ഥാന ബോധം നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു എന്നതിൽ നിന്ന് ഈ മോഡേൺ ടെക്നോളജി, മോഡേൺ എഡ്യൂക്കേഷനും മോഡേൺ മെഡിസിനും മോഡേൺ എന്റർടൈൻമെന്റും ഒക്കെ വന്നപ്പോൾ നമ്മൾ കരുതിക്കൂട്ടി പുറകോട്ട് മാറി നിന്നതിനെ 1950-കൾക്ക് ശേഷം വന്ന ചില ആളുകൾ തെറ്റിദ്ധരിക്കുകയും അവര് പഠിക്കൂ വീണ്ടും പഠിക്കൂ എന്നാണ്. പഠിക്കൂ എന്ന് പറഞ്ഞാൽ ആർഷഭാരത സംസ്കാരം പഠിക്കൂ എന്നല്ല അവര് പറഞ്ഞത്. അവര് സെമിനാരിയിൽ പോയിട്ട് ബൈബിൾ പഠിക്കൂന്നും അല്ല അവർ പറഞ്ഞത്. അവർ ദർസിൽ പോയി ഖുർആൻ പഠിക്കൂന്നും അല്ല അവർ പറഞ്ഞത്. അവര് എന്താ പറയാ, മഹർഷിമാരടുത്ത് പോയിട്ട് രാമായണം പഠിക്കൂന്നും അല്ല അവരുദ്ദേശിച്ചത്. അവരുദ്ദേശം മോഡേൺ എഡ്യൂക്കേഷൻ പഠിക്കുന്ന. ആ 1950-കളിൽ ഈ പറഞ്ഞ ഈ ഹൃദയത്തിന് വെളിച്ചം കിട്ടാത്ത ഇത്തരം ആളുകൾ, ആ ആളുകളുടെ പ്രഖ്യാപനത്തിന് കണ്ടപ്പോൾ കൃത്യമായും വളരെ ദൂരെ, അതായത് ഹൈന്ദവ സമൂഹം മോഡേൺ എഡ്യൂക്കേഷനിൽ നിന്നും മാറി നിന്നതിനേക്കാളും ക്രൈസ്തവ സമൂഹം അവരൊക്കെ മാറി നിന്നിട്ടുണ്ട്. പക്ഷെ അവരെ
അതിനേക്കാളും മാറി നിന്നത് മുസ്ലിം സമുദായമാണ്. ആ മുസ്ലിം സമുദായം 950-കൾക്ക് ശേഷം യൂറോപ്യൻ എഡ്യൂക്കേഷനിലേക്ക് എടുത്തങ്ങോട്ട് ചാടി. അവര് എന്ത് പറഞ്ഞു? നമ്മൾ ആധുനികതയിൽ പുറന്തള്ളപ്പെട്ടതല്ലേ, നമ്മൾ പുറകോട്ട് മാറി നിന്നതാണ്. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ അത്തരം പ്രഭാഷകരും രീതികളും അതാണ് നമ്മുടെ ഉദാനതയുടെ ആണിക്കല്ലും എന്ന് തെറ്റിദ്ധരിച്ച ഈ CH പോലെയുള്ള ആളുകളും അത്തരം പ്രഭാഷണങ്ങളും രീതികളും ഇടക്കാലത്ത് വന്നില്ലായിരുന്നുവെങ്കിൽ കുറച്ച് മെല്ലെപ്പോക്കെങ്കിലും നമുക്കുണ്ടായിരുന്നു. കാലത്തിനനുസരിച്ചൊക്കെയുള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെല്ലെപ്പോക്കെങ്കിലും നമുക്കുണ്ടായിരുന്നു. അപ്പോഴും ഒരളവോളം ധാർമ്മികതയും മനുഷ്യത്വവും മതവും ധർമ്മവും നീതിയും നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു. ഇതിനേക്കാൾ നമുക്ക് മനുഷ്യരെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അവരെന്താ വിചാരിച്ചത്? നമ്മൾ പുറകോട്ട് തള്ളപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മൾ മുന്നോട്ടെടുത്ത് ചാടി. നമ്മൾ പുറകോട്ട് തള്ളപ്പെട്ടതല്ല, കരുതിക്കൂട്ടി. യൂറോപ്യനൈസേഷൻ എന്ന് കരുതിക്കൂട്ടി, മോഡേൺ സിവിലൈസേഷനിൽ നിന്ന് കരുതിക്കൂട്ടി പുറകിൽ മാറി നിന്നതാണ്. അതായത് ഒരു തീവണ്ടിയുടെ അവസാനത്തെ ബോഗിയിൽ ഇരിക്കുക എന്ന ഒരു ലോകം മൊത്തം ഒരു തീവണ്ടിയാണെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളും അതേപോലെയുള്ള ഹൈന്ദവ ക്രൈസ്തവ ഓർത്തഡോക്സ് കുടുംബങ്ങളും ഒക്കെ എന്തിനു നമ്മളൊക്കെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഈ 950-കളിലെ പുതിയ ഒരു രീതി വരുന്നത് വരെയും നമ്മൾ ലോകം എന്ന തീവണ്ടിയിലെ അവസാനത്തെ കമ്പാർട്ട്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പലപ്പോഴും പല ഉൽപ്പന്നങ്ങളിൽ ഈ അവസാന കമ്പാർട്ട്മെന്റിൽ എത്തൂല. അപ്പൊ അത്രയും നമ്മൾ മോഡേൺ വൽക്കരിക്കപ്പെടൂല. അവർ നന്മയും നമ്മൾ തമ്മിൽ കണ്ടും കൊടുത്തും നന്മയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരം ആളുകൾ, ഈ ഹൃദയത്തിന് വെളിച്ചമില്ലാത്ത വ്യക്തികൾ, ഹൃദയത്തിന് വേണ്ടത്ര വെളിച്ചം കിട്ടാത്ത വ്യക്തികൾ, അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ ഒരു തലത്തിലാണ് ഗാന്ധിജിയെ നമ്മൾ കാണേണ്ടത്. ഗാന്ധിജി ആദ്യകാലത്ത് യൂറോപ്യൻ എഡ്യൂക്കേഷനിലേക്ക് എടുത്തു ചാടിയ വ്യക്തി ആയിരുന്നെങ്കിലും പിൽക്കാലത്ത് യൂറോപ്പിന്റെ ചതിയെ മനസ്സിലാക്കിയിട്ട് എല്ലാം നിരാകരിച്ച വ്യക്തിയാണ് ഗാന്ധിജി. അത് സൂഫി മനസ്സിന്റെ ഉൽപ്പന്നമാണ്. ആ സൂഫി മനസ്സിന്റെ ഒരു ഹൈന്ദവതയാണ് സത്യത്തിൽ ഗാന്ധിജിയിൽ നമ്മൾ കണ്ടത്. അങ്ങനെ തന്നെ എല്ലാ സൂഫികളും, എല്ലാ മുൻഗാമികളും അവരുടെ രീതികളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ അവരെ നിരാകരിച്ചു, പുറകോട്ട് മാറി നിന്നതിനെ പുറം തള്ളപ്പെട്ടു എന്ന് തെറ്റിദ്ധരിച്ചു. അപ്പോൾ നമ്മളെ ജനതക്ക് ഇവര് ഈ മോഡേൺ എഡ്യൂക്കേഷനിലേക്ക്, യൂറോപ്യൻ എഡ്യൂക്കേഷനിലേക്ക് എടുത്തു ചാടാൻ ഈ CH പോലെയുള്ള ആളുകൾ, CH ഒരു ഉദാഹരണം, ആ ആളുകൾ നമ്മുടെ തലമുറയെ നിർബന്ധിച്ചു. അപ്പോൾ നമ്മൾ ആ പുറകിലെ കമ്പാർട്ട്മെന്റിൽ നിന്ന് പരമാവധി നമ്മൾ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് ഓടി. ആ മുന്നിലെ കമ്പാർട്ട്മെന്റിലേക്ക് ഓടിയപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മൾ ആരെക്കാളും യൂറോപ്യനൈസേഷന് വിധേയരായി. അപ്പൊ നമുക്ക് എന്തുണ്ടായി? നമുക്ക് ഉണ്ടായതൊക്കെ നഷ്ടപ്പെട്ടു. യൂറോപ്പിൽ ഉണ്ടായതൊക്കെ നമുക്കുണ്ടായി. ഏഷ്യയിലും ധാർമ്മിക രാജ്യങ്ങളായ ഇന്ത്യയെ പോലെ അറേബ്യയെ പോലെയൊക്കെയുള്ള ധാർമ്മിക സംസ്കാരവും മതവും ധർമ്മവും ദൈവദൂതന്മാരും ഒക്കെ ഉണ്ടായിരുന്ന മണ്ണിലുണ്ടായിരുന്ന മുഴുവനും നമുക്ക് കഷ്ടപ്പെട്ടു. പൈശാചികത, മനുഷ്യനെ തിരിച്ചറിയായ്മ, ക്രൂരത, ചോര, ആരെക്കൊന്നും നേടുക, ഇത് യൂറോപ്യൻ മനസ്സാണ്. അതിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ ഒരു ഇടക്കാലത്തിന്റെ ഉൽപ്പന്നമാണ് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്നാണ് നാം മനസ്സിലാക്കിയത്. യൂറോപ്യൻ മോഡേൺ സിവിലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, യൂറോപ്യൻ ടെക്നോളജി, യൂറോപ്യൻ രീതികൾ, ഇതെല്ലാം കേവലം ഭൗതികമായ വിജയത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. അതെന്ത് ക്രൂരത ചെയ്തും ഭൗതികമായ വിജയം നേടിയെടുക്കും. അങ്ങനെയാണ് അവരുടെ നൂറ്റാണ്ടുകൾ, അവരുടെ സഹസ്രാബ്ദങ്ങളെ ചരിത്രം അങ്ങനെയാണ്. അതേസമയത്ത് പൗരസ്ത്യ രീതികൾ അങ്ങനെയല്ല. പൗരസ്ത്യ രീതിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും തനിക്ക് നേടണം എന്ന ചിന്ത പൗരസ്ത്യൻ ചിന്തയല്ല. പൗരസ്ത്യൻ ചിന്ത, പാശ്ചാത്യ ചിന്ത, യൂറോപ്യൻ ചിന്ത പൂർണ്ണമായി ഭൗതിക വിജയമാണ് അവലംബിച്ചതാണെങ്കിൽ, മനുഷ്യത്വത്തിലും ധർമ്മത്തിലും നീതിയിലും മാത്രം അവലംബിച്ചു നിലനിന്നതാണ് പൗരസ്ത്യ രീതികൾ. അത് ഇസ്ലാം ആണെങ്കിലും ഹൈന്ദവതയാണെങ്കിലും എന്താ പറയുക ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും എല്ലാം അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം, നന്മ, മറ്റൊരാൾക്ക് വേണ്ടി ദയ കാണിക്കുക, സ്നേഹം, സഹകരണം, ഇതൊക്കെ ഇത് തമ്മിലുള്ള അന്തരം.
അപ്പൊ പിന്നീട് എന്താ ഉണ്ടായത്? നമ്മൾ മോഡേൺ എഡ്യൂക്കേഷനിലേക്കും മോഡേൺ സിവിലൈസേഷനിലേക്കും യൂറോപ്യനൈസേഷനിലേക്കും എടുത്തു ചാടിയപ്പോൾ നമ്മളെല്ലാം അവരായി. അവരും അവരാണ്, ഇപ്പൊ നമ്മളും അവരാണ്. അപ്പൊ അത് ഒരു റൈസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇന്ന് വന്നു. പടിഞ്ഞാറൻ നാഗരികതയുടെ ഒരു ഉദയം. ഇസ്ലാമിക സംജ്ഞയിലൊക്കെ പല സ്ഥലങ്ങളിലും ലോകാവസാനത്തോടനുബന്ധിച്ച് പടിഞ്ഞാറൻ ഉദയം ഉണ്ടാവും എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്പിരിച്വൽ ലാംഗ്വേജ് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ ഉദാഹരണം പറയാ, എല്ലാം നമ്മളെ പഴയ കാലത്തെ ഒരു രീതി എന്താ? ഒരു ഉദാഹരണം പറയും. മനുഷ്യന് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണല്ലോ സത്യത്തിൽ ചികിത്സാരി. പഴയ കാലത്ത് നമ്മളെ ചികിത്സാരികളുടെയൊക്കെ അവസ്ഥ എന്താ? പഴയ കാലത്ത് നമ്മുടെ ചികിത്സാരികളുടെ അവസ്ഥ എന്തെന്നാൽ ദൈവദത്തമായി തനിക്ക് ലഭിച്ച ഗുരുഭൂതന്മാരിൽ നിന്ന് ദൈവദത്തമായി തനിക്ക് ലഭിച്ച വളരെ ഗുരുത്വത്തോടു കൂടി താൻ കൈകാര്യം ചെയ്യുന്ന കാര്യം, അതേത് തരം ചികിത്സയാണെങ്കിലും അത് ചെയ്തിരുന്ന മുൻഗാമികളെ സംബന്ധിച്ചത് മനുഷ്യന് ഉപകാരം ചെയ്യുക എന്നേ ഉള്ളൂ. പറഞ്ഞ് പണം വാങ്ങൂല, ഒന്നും സ്വീകരിക്കൂല, ഒരു പൈസ പറ്റൂല. എന്തുകൊണ്ട്? ഞാനതിന് പണം പറഞ്ഞ അല്ലെങ്കിൽ പണം വാങ്ങിച്ചാൽ ഈ ദൈവികമായ സിദ്ധി, ഒരാളെ ചികിത്സിക്കുക എന്ന ദൈവികമായ ഗുരുഭൂതന്മാരിൽ തനിക്ക് ലഭിച്ച ദൈവിക സിദ്ധിയായിട്ട് തന്നെ ഒരു അടിസ്ഥാനവാദം തന്നെയാണ്. എന്തുകൊണ്ട്? രോഗങ്ങൾ വന്നപ്പോൾ എന്താണ് ചികിത്സ എന്നത് സത്യത്തിൽ മതം വന്നതുപോലെയാണ് മനുഷ്യർക്ക് ചികിത്സകൾ വന്നത്. ഇപ്പൊ ചരകസൂത്രം എന്നൊക്കെ പറയുമ്പോൾ ചരകസൂത്രത്തിൽ ചരക മഹർഷി പറയുന്ന വാക്കുകൾ ചെടി എന്നോട് പറഞ്ഞോണം. അതായത് ഞാൻ ഇന്നാലിന്ന ചികിത്സക്ക് എന്നെ ഉപയോഗപ്പെടുത്താൻ എന്നിൽ ഇന്നാലിന്ന ഔഷധങ്ങളെല്ലാം ഉണ്ടെന്ന് ചെടികൾ എന്നോട് സംസാരിച്ചു എന്ന് പറയുന്ന ചരക മഹർഷി സത്യത്തിൽ ദൈവികമായൊരു വാക്കാണത്. അപ്പൊ ചികിത്സകളെല്ലാം ദൈവികമായി ദൈവദത്തമായി ഗുരുഭൂതന്മാരിൽ കിട്ടിയത്. ഒരു പണം പറഞ്ഞ് അത് ചെയ്തു കൊടുത്താൽ തൻ്റെ സിദ്ധിയും ദൈവികമായ ഈ സിദ്ധിയും ദൈവത്തിന്റെ ഇഷ്ടവും തനിക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ആർക്കും താൻ ചികിത്സിച്ചാൽ പോലും ഭേദപ്പെടാത്തൊരവസ്ഥ വരും എന്നൊരു വിശ്വാസം. അതൊരു നന്മയല്ലേ? എത്ര വലിയ നന്മയാണത്. അപ്പൊ ഒരാഴ്ച ഈ രോഗം ഭേദമായാൽ അവർക്ക് വാഴക്കൊല കൊടുക്കും, അവർക്ക് അരി കൊടുക്കും. അങ്ങനെ ആ ചികിത്സയുടെ കുടുംബം അങ്ങനെ പുലർന്നു പോകും. അവർക്ക് പാലില്ലെങ്കിൽ അവർക്ക് ഒരു രോഗം ഭേദപ്പെട്ടാൽ ഒന്നിലധികം പശുക്കളുള്ള ഒരു കുടുംബത്തിന് ഒരു പശുവിനെ ചികിത്സയുടെ കുടുംബത്തിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അവർക്ക് കൊല്ലങ്ങളോളം പാല് കുടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങൾ കൊണ്ട് ഉപകാരങ്ങൾ, അല്ലാതെ ഒന്നുമില്ല. അതേ സമയത്ത് മോഡേൺ സിവിലൈസേഷനിലൂടെ മോഡേൺ മെഡിസിനും മോഡേൺ രീതികളും വന്നപ്പോ എന്താ ഉണ്ടായത്? നമ്മളെ നാട്ടിലെ ഇന്ന് ചെറിയ ക്ലിനിക്കുകൾ മുതൽ മൾട്ടിനാഷണൽ എന്താ പറയാ ഹോസ്പിറ്റലുകൾ വരെ ഇന്ന അവസ്ഥ എന്താ? ആ ചികിത്സാ സംവിധാനങ്ങളെല്ലാം ഇന്നത് അറവുശാലകളല്ലേ? മോഡേൺ മെഡിസിൻ കയറി വന്നതുകൊണ്ട് അറവുശാലകളല്ലേ? എങ്ങനെയൊക്കെ ലാഭം എന്നാ പറയാ. ഒരു ആശുപത്രിയുടെ ഒരു MD എന്നോട് ഒരു ആശുപത്രി MD സംസാരം മധ്യേ എന്നോട് പറഞ്ഞത് അവിടെ തീരെ കച്ചവടം നടക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട അത്ഭുതകരമായ ഒരു വാക്കാണ്. ഒരു ആശുപത്രിയുടെ കേരളത്തിലെ ഒരു ആശുപത്രിയിലെ MD എന്നോട് പറയാണ്, നമുക്ക് ചില ആശുപത്രിയിൽ അവിടെ കച്ചവടം ഉണ്ട്, ഇവിടെ നമുക്ക് ബിസിനസ് വേണ്ടത്താണ്. എന്താണ് ബിസിനസ്? എന്താ ഇയാളെ ബിസിനസ്? ആശുപത്രി. അപ്പൊ ആശുപത്രി എന്ന് പറഞ്ഞാൽ അതൊരു ലാഭത്തിന്റെ പർപ്പസാണ്. ആർക്ക്? അത് മോഡേൺ സിവിലൈസേഷൻ കൊണ്ടുവന്നതാണ്. അത് യൂറോപ്യൻ സിവിലൈസേഷൻ കൊണ്ടുവന്നതാണ്. അത് യൂറോപ്യൻ മെഡിസിന്റെ മനസ്സ് യൂറോപ്യൻ മെഡിസിനിലൂടെയും യൂറോപ്യൻ സിവിലൈസേഷനിലൂടെയും മോഡേൺ സിവിലൈസേഷനിലൂടെയും നമ്മളെ നാട്ടിൽ കയറി വന്ന രീതിയാണിത്. അതിൽ മനുഷ്യത്തല്ല. അവരെ കൊന്നും അവര് എന്താ പറയാ, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗി മരിച്ചിട്ടോടെ കിടത്തും, ICUയിൽ കിടത്തും. അവർക്ക് വേണ്ട ലാഭമാണ്, അവർക്ക് വേണ്ട പണാണ്. എങ്ങനെ ഇത് വന്നത്? അതായത് സമ്പൂർണ്ണ മനുഷ്യത്വത്തിൽ നിന്ന് എല്ലാ ജാതി മതസ്ഥരും എല്ലാ ജാതിയിൽപ്പെട്ടവരും എല്ലാ ജാതികളെയും ഒരു സ്വന്തത്തെ പോലെ ചികിത്സിച്ച് ഒന്നും സ്വീകരിക്കാതെ വിട്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് ചെറിയ ക്ലിനിക്കുകൾ വരെ വലിയ 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 സംവിധാനങ്ങളുള്ള ആശുപത്രികൾ വരെ, മൾട്ടി ലെവലിലുള്ള വലിയ വലിയ ആശുപത്രികൾ വരെ അറവുശാലകൾ ആയത് എന്തുകൊണ്ടാണ്? അത് മോഡേൺ എഡ്യൂക്കേഷൻ ഉൽപ്പന്നമാണ്. അതുകൊണ്ടാണ് ഈ മോഡേൺ എഡ്യൂക്കേഷൻ. ഇത് യൂറോപ്യൻ എഡ്യൂക്കേഷൻ ഉൽപ്പന്നമാണ്. മനുഷ്യത്വം നഷ്ടപ്പെടും.
അത് അവിടെ മാത്രമല്ല എല്ലായിടത്തും. അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ട ഒരു ഉദാഹരണം എൻ്റെ ഒരു പ്രഭാഷണ വിഷയത്തിൽ ഉണ്ടായി. ഒരു അറബ് രാജ്യം, ഒരു ആഫ്രിക്കൻ രാജ്യത്തിലെ ഒരു പാവപ്പെട്ട ദരിദ്ര നാരായണന്മാർ താമസിക്കുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്ത് കലാപവും വംശഹത്യവും നടത്താൻ ആരാ നടത്തുന്നത്? ഒരു മുസ്ലിങ്ങൾ ബഹുഭൂരിപക്ഷമുള്ള ഒരു അറബ് രാജ്യം. എന്താ അതിന്റെ പിന്നിലുള്ളത്? ലാഭം നേടിയെടുക്കൽ. ലക്ഷക്കണക്കായ സാധുക്കളായ മനുഷ്യരെ കൊല വിളിച്ചിട്ട് ലാഭം ഉണ്ടാക്കാണ് ഒരു മുസ്ലിം രാഷ്ട്രം. ഈ രാജ്യമാകട്ടെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ യൂറോപ്യൻ വൽക്കരിക്കപ്പെട്ട രാജ്യമാണ്. ഏറ്റവും കൂടുതൽ മോഡേൺ ടെക്നോളജി, ഏറ്റവും കൂടുതൽ മോഡേൺ എഡ്യൂക്കേഷൻ, ഏറ്റവും കൂടുതൽ മോഡേൺ സംവിധാനങ്ങളുള്ള യൂറോപ്യൻ സംവിധാനങ്ങളുള്ള ലോകത്ത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും യൂറോപ്പിനെ പിൻപറ്റുന്നതിൽ ഏറ്റവും വിജയിച്ച രാഷ്ട്രമാണത്. ആ രാഷ്ട്രത്തിന് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ്? യൂറോപ്പ് വൽക്കരിക്കപ്പെട്ടു. അപ്പൊ ഇവിടെ ലാഭം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു പണ്ഡിതൻ, ഉദാഹരണം സമൂഹത്തിൽ ഇത്തരം തിന്മകളെ പറയേണ്ടതായ പണ്ഡിതന്മാരില്ലേ, ആ പണ്ഡിതന്മാർക്ക് എന്താ? പെട്രോൾ ഡോളർ കൊണ്ട് ആവശ്യത്തിനധികം ലോകാവസാനം വരെ പണമുള്ള രാജ്യമാണ് ആ രാജ്യം. ലോകാവസാനം വരെ നിലനിൽക്കാൻ മാത്രമേ പണം ഉണ്ടായിട്ടും ഈ രാജ്യത്ത് എന്തുകൊണ്ട് ചെയ്യുന്നു? ഒരു പണ്ഡിതൻ ഇതുവരെ പണ്ഡിതനെ എതിര് പറയുന്നത് നിങ്ങൾ കേട്ടു? എന്തുകൊണ്ട്? പണ്ഡിതന്മാർ മുഴുവൻ യൂറോപ്യൻ വൽക്കരിക്കപ്പെട്ടു. ഈ പണ്ഡിതന്മാരെ മനസ്സിൽ ആക്ട് ചെയ്യുന്നത്, പണ്ഡിതന്മാരെ നാവിലും മനസ്സിലും ഹൃദയത്തിലും വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. അവരെത്ര വലിയ തലയെക്കെട്ട് കിട്ടിയാലും മനസ്സിൽ വെളിച്ചം കിട്ടുപോയി. മനുഷ്യത്വത്തിനെതിരെ ചെയ്യുന്നതിന് ഒരു വാക്കൊരു പണ്ഡിതൻ വേൾഡിൽ എവിടെയെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടില്ല. എന്തുകൊണ്ട്? വെളിച്ചം നഷ്ടപ്പെട്ടു. അവരെ മനസ്സിൽ യൂറോപ്പ് കയറി കൂടിപ്പോയി. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പറയും, പലസ്തീനിൽ വർഷങ്ങളോളം വലിയ കിരാതമായ തേർവാഴ്ചയാണ് ഇസ്രായേൽ ചെയ്തത്. മനുഷ്യത്വം മരവിച്ചു പോകുന്ന ക്രൂരതകൾ ചെയ്തു. എന്നിട്ടോ ലോകരാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങൾ, എത്രത്തോളം എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാർ താമസിക്കുന്ന അറബ് രാജ്യങ്ങളിൽ വരെ അതിനെതിരെ മുറവിളി ഉണ്ടായി. അതേസമയത്ത് സമ്പന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ മിണ്ടിയതയില്ല. ആരാണ് അതിനെതിരെ മുറവിളി കൂട്ടിയത്? പല നാടുകളും മുറവിളി കൂട്ടി. ദരിദ്ര മുസ്ലിം അറബ് രാജ്യങ്ങൾ വരെ മുറവിളി കൂട്ടി. അതേ സമയത്ത് സമ്പന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ മിണ്ടിയില്ല. എന്തുകൊണ്ട്? യൂറോപ്യവൽക്കരിക്കപ്പെട്ടു. അവരുടെ ഉസ്താദുമാർ അവര് സ്വീകരിച്ചത് യൂറോപ്യൻ മനസ്സാണ്. ആരെ കൊന്നാലും കൊല വിളിച്ചാലും ഇല്ലാതെയാക്കിയാലും ഒരു സംസ്കാരം, ഒരു രാജ്യം തന്നെ നശിച്ചാലും നശിപ്പിക്കപ്പെട്ടാലും അതൊക്കെ നിങ്ങളുടെ കാര്യം, അതൊന്നും ഞങ്ങൾക്ക് കാര്യം. ആരാ ഈ നിലപാട് സ്വീകരിച്ചത്? നമ്മുടെ പണ്ഡിതന്മാരും സയ്യിദന്മാരും നാൾക്ക് നാൾ വണ്ടി കയറുന്ന ഒരു പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രം പോലും ഇതിനെതിരെ പ്രതികരിച്ചില്ല. പണ്ഡിതന്മാരും പ്രതികരിച്ചില്ല. നമ്മൾ ചില പൊളിറ്റിക്കൽ താല്പര്യത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ ചെയ്തു എന്നല്ലാതെ അതിനപ്പുറം ആരും ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട്? യൂറോപ്പ് നമ്മുടെ മനസ്സിൽ കയറി കൂടി. ജാതി മത ഭേദമന്യേ ലോകത്തെ പല നാടുകളിൽ നിന്ന് ഈ വിഷയത്തിൽ തെളിവ് ഇറങ്ങിയപ്പോ ഒരു അറബ് രാജ്യത്തെ ജനം ഇതിനെതിരെ പ്രതികരിച്ചില്ല. സുഡാനിലെ കൂട്ടക്കൊലക്കെതിരെ ഒരു ആധുനിക പണ്ഡിതൻ പ്രതികരിച്ചില്ല. ഇനി പ്രതികരിക്കുകയില്ല. എന്തുകൊണ്ട്? ആ രാജ്യങ്ങളെ യൂറോപ്പ് ഭരിച്ചു. ആ രാജ്യങ്ങളെ ലാഭങ്ങളിൽ നിന്നാണ് ഇന്ന് നമ്മുടെ പണ്ഡിതന്മാർ അവകാശം പറ്റുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും നേടുന്നത്. നമ്മുടെ മനസ്സിൽ സത്യം, ധർമ്മം, നീതി, മതം, ഇസ്ലാം ഒക്കെ നഷ്ടപ്പെട്ടു. ഹിന്ദുത്വം നഷ്ടപ്പെട്ടു. ക്രിസ്ത്യാനിറ്റി നഷ്ടപ്പെട്ടു. മുസ്ലിം ഇസ്ലാം നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? അതെല്ലാം നശിപ്പിച്ചു. വേദങ്ങൾ പാരായണം ചെയ്യുന്നു. വേദഗ്രന്ഥമായ ഖുർആൻ അവർ പാരായണം ചെയ്യും. തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങൂല. സത്യമല്ലേ പറഞ്ഞത്? എന്താ നമ്മളെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങാത്തത്? നമ്മളെ തൊണ്ടക്കുഴി വരെ യൂറോപ്പ് നിറഞ്ഞിടക്കാണ്. അപ്പൊ വേദം ഉരുവിടൽ മാത്രമായിരിക്കും. ഹിന്ദുവിന് രാമായണം ഉരുവിടലാണ്, ക്രിസ്ത്യാനിക്ക് ബൈബിൾ ഒരു ഉരുവിടലാണ്, മുസ്ലിമിന് ഖുർആൻ ഒരു ഉരുവിടലാണ്. യൂറോപ്പിന് ഏതൊരു കാര്യത്തിന്റെയും മാനദണ്ഡം ഭൗതിക വിജയമാണ്. ആത്മീയത എന്നത് അവരുടെ ഉരുവിടൽ മാത്രമാണ്. അവരും ബൈബിളൊക്കെ വായിക്കുന്നില്ലേ? ഉണ്ട്. അതൊരു ഉരുവിടൽ മാത്രമാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എങ്ങനെ കോളനൈസേഷന് നേതൃത്വം നൽകും?
ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി അങ്ങനെ ക്രിസ്തീയ മതം വിശ്വസിക്കുന്ന ആളുകളാണ് കോളനൈസേഷനുമായി നമ്മുടെ പൗരസ്ത്യ രാജ്യങ്ങളിലേക്ക് വന്നത്. അവർ യഥാർത്ഥ ക്രിസ്ത്യാനികളാണോ? ബൈബിൾ വായിക്കുന്ന, ബൈബിളിനെ ഉൾക്കൊള്ളുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് മറ്റു രാജ്യങ്ങളെ കൊള്ളയടിക്കാൻ കഴിയുമോ? ഒരു മുസ്ലിമിന് കഴിയുമോ? അവര് യൂറോപ്യന്മാർ ബൈബിൾ വായിക്കുന്നില്ല, ഉണ്ട്. അതവർ തൊണ്ടകുഴിയും താഴത്തിറക്കുന്നില്ല. അപ്പൊ പുണ്യ റസൂൽ നേരത്തെ പറഞ്ഞു ഒരു കാലം മുസ്ലിങ്ങൾക്ക് വരും, ആ മുസ്ലിങ്ങൾക്ക് അത് തൊണ്ടക്കുഴിയും താഴെ ഇറങ്ങൂല, അവസ്ഥ നമുക്ക് വന്നു. എന്നുള്ള യൂറോപ്പിന് ആത്മീയതയില്ല. യൂറോപ്പിന് ഉള്ള ആ മതം ഒരു ഉരുവിടൽ മാത്രമാണ്, ചില ആക്ടുകൾ മാത്രമാണ്, അവരുടെ ലക്ഷ്യം ഭൗതികം മാത്രമാണ്. ആ യൂറോപ്പിനെ അങ്ങോട്ട് നിറച്ചപ്പോൾ നമുക്കും ആത്മീയത ഇല്ലാതെയായി. ആത്മീയത എന്ന പേരിൽ കുറെ ആത്മീയ സദസ്സുകളാണുള്ളത്. ആത്മീയതയില്ല. ആത്മാവിന്റെ നേര്, ആത്മാവിൽ ഉണ്ടാവുന്ന നന്മ, ആത്മാവിലുണ്ടാവുന്ന മൊറാലിറ്റി ഒന്നും നമുക്കില്ല. ഒരു മുസ്ലിം രാജ്യം, ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരു മുസ്ലിം രാജ്യം മറ്റൊരു മുസ്ലിം രാജ്യത്തോട് എന്താ ചെയ്യുന്നത്? യൂറോപ്പ് 16-ാം നൂറ്റാണ്ട് മുതൽ ചെയ്തത് തന്നെ ചെയ്യാം. അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യാം. അപ്പൊ ഉദാഹരണം പറഞ്ഞില്ലേ, ഒരു മുസ്ലിം രാജ്യം സുഡാനോട് ചെയ്യുന്നത് എന്താണ്? ഒരു കാലത്ത് യൂറോപ്പ് പൗരസ്ത്യ രാജ്യങ്ങളോട് ചെയ്തിരുന്നത് എന്താ? കൊലവിളിക്കല്, ചോര കൊണ്ട് ചഞ്ചായം അണിയിക്കല്, എന്നിട്ട് കൊള്ളയടി. അതേ കൊള്ളയടി ഒരു മുസ്ലിം രാജ്യം ഇന്ന് സുഡാനോട് ചെയ്യും. കൊള്ളയടി, തനി കൊള്ളയടി. ആ രാജ്യത്ത് ലക്ഷം ജനങ്ങളെ കൊന്നിട്ട് കൊള്ളയടിക്കുക. ഇതെന്തുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞത്? അവർ ഒതുന്നവരല്ലേ. പക്ഷെ തൊണ്ടക്കുഴിന് താഴെ ഇറങ്ങൂല. കൊണ്ടക്കുഴിന് താഴെ ഇറങ്ങാത്ത ജനത ഇവരാണെന്ന് മനസ്സിലാക്കുന്നതിൽ വരെ നമ്മൾ പണ്ഡിതന്മാർ പരാജയപ്പെട്ടു പോയി. തൊണ്ടക്കുഴിന് താഴെ ഇറങ്ങിയാൽ അവർക്ക് ഹൃദയമുണ്ട്, ആ ഹൃദയത്തിന് ഖുർആൻ എത്തൂല, വെളിച്ചം ഉണ്ടാവില്ല, നന്മ ഉണ്ടാവില്ല, നീതി, സത്യം, ധർമ്മം, സ്നേഹം, കരുണ, സമസൃഷ്ടി സ്നേഹം. അകാരണമായ ഒരു മരത്തിന്റെ കൊമ്പ് പോലും വെട്ടരുത് എന്ന് പഠിപ്പിച്ച ജനത, ഒരു മതത്തിന്റെ അനുയായികൾക്ക് മറ്റുള്ളവരുടെ മേൽ കൊല വിളിക്കാൻ ഒരു മടിയുമില്ല. ഒരു അന്യസമുദായക്കാരനെ ഒരു മനുഷ്യനായേ കാണാൻ പാടുള്ളൂ. അവർക്ക് നിങ്ങൾ അവകാശം വകവെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞൊരു മതത്തിന്റെ അനുയായികൾക്ക് വർഗീയതയുടെ പേരും പറഞ്ഞ് മറ്റുള്ളവരുടെ മേൽ വാളുയർത്താനും AK-47 എടുക്കാനും ഒരു മടിയുമില്ല. ISIS അതാ ചെയ്തത്. എന്തുകൊണ്ട്? അത് യൂറോപ്യനൈസേഷനാണ്. യൂറോപ്പിന്റെ മനസ്സതാണ്. അതിന് മനുഷ്യത്തല്ല, അത് നന്മയിൽ ചൂഷണം, ക്രൂരത, ഭൗതിക വിജയം നേടിയെടുക്കൽ, വിജയം, നേട്ടം, ഭൗതികത, അതിന് ചൂഷണം, ക്രൂരത. അതിന് അവരുടെ മനസ്സാക്ഷിക്ക് ഒരു കുത്തുമില്ല. എന്തുകൊണ്ട്? അവർ ജയിക്കലാണ് അതൊക്കെ ചെയ്യുന്നത്. അവർ ലക്ഷ്യം ജയമാണ്. എന്നാൽ പൗരസ്ത്യ രാജ്യങ്ങളിലോ പൗരസ്ത്യ മതവിഭാഗങ്ങളോ ഒരു കാലത്തും അങ്ങനെയായിരുന്നില്ല. പൗരസ്ത്യ രാജ്യങ്ങളും പൗരസ്ത്യ മതവിഭാഗങ്ങളും എക്കാലത്തും ചെയ്തിട്ടുള്ളത് മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ, കരുണയിൽ അധിഷ്ഠിതമായ, സ്നേഹത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ മാത്രമാണ്. ആ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യങ്ങളൊക്കെ നിലനിന്നത്. അപ്പൊ എന്താണ് ആ പറഞ്ഞത്? അവസാനം ഇതിൽ ഈ അവസാനത്തെ ഭോഗിന്ന് പല മതവിഭാഗങ്ങളും നേരത്തെ എണീറ്റ് പോയിട്ടും മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? ആ അവസാനത്തെ ലോകമാകുന്ന, യൂറോപ്യവൽക്കരിക്കപ്പെട്ട ലോകമാകുന്ന, ഓടിക്കൊണ്ടിരിക്കുന്ന തീവണ്ടിയില് അവസാനത്തെ കമ്പാർട്ട്മെന്റിലായിരുന്നു ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം ഒക്കെ ഇരുന്നത്. ഇടക്കാലത്ത് മെല്ലെ മെല്ലെ അവരും ഒക്കെ പോയി. എന്നാലും മുസ്ലിങ്ങൾ ആ കമ്പാർട്ട്മെന്റിൽ തന്നെ ഇരുന്നു. പക്ഷേ 950-കൾക്ക് ശേഷം എന്ത് വന്നു? വഹാബിയത്ത് ലോകമാകെ, അത് വഹാബിയത്ത് ഒരു യൂറോപ്യൻ ഉൽപ്പന്നമാണ്. അത് ലോകമാകെ അടിച്ചു വീശിയപ്പോൾ അത് നമ്മുടെ ചിന്തകരെയും പ്രഭാഷകരെയും എല്ലാം സ്വാധീനിച്ചു. മനുഷ്യത്തല്ലാത്ത വാക്കുകൾ പറയാൻ ഒരു മടിയും ഇല്ലാതെയായി. യൂറോപ്പിലേക്ക് നമ്മൾ എടുത്തു ചാടി, യൂറോപ്യൻ വിദ്യാഭ്യാസത്തിലേക്ക് എടുത്തു ചാടി. യൂറോപ്യൻ കരുണയില്ലായ്മയും യൂറോപ്യൻ നന്മയില്ലാതെയും, ഇതൊക്കെ കേവലം ഫോർമാലിറ്റീസ് കൊണ്ട് വോട്ടയടിച്ചു. യൂറോപ്യന്മാർക്ക് ഫോർമാലിറ്റീസ് മാത്രമുള്ളത്, ഹൃദയമില്ല. അതിലേക്ക് നമ്മൾ എടുത്തു ചാടി. അപ്പൊ നമ്മളും യൂറോപ്പും തമ്മിൽ ഇപ്പൊ ഒരു വ്യത്യാസവും ഇല്ലാതെയായി. അടിസ്ഥാനപരമായി മുസ്ലിം സമുദായം ആധുനികതയിൽ നിന്ന് പുറം തള്ളപ്പെട്ടവരല്ല, പുറകോട്ട് മാറി നിന്നവർ മാത്രമാണ്. ഇതാണ് ഈ പ്രഭാഷണത്തിന്റെ ആകത്തുക. നമ്മൾ ഒരിക്കലും പുറം തള്ളപ്പെട്ടവരല്ല, നമ്മൾ അവസാനം നിലകൊണ്ടവരാണ്. നമ്മളെല്ലാം അവസാനം സ്വീകരിച്ചു. പക്ഷേ പിൽക്കാലഘട്ടത്തിൽ കാര്യം ദർശിക്കാനാവാത്ത
മനസ്സിന് വേണ്ടത്ര വെളിച്ചം കിട്ടാത്ത ചില ആളുകൾ നമ്മെ യൂറോപ്പിലേക്ക് എടുത്തു തള്ളി. ഇതിന്റെ ഫലമാണ് ഇന്ന് മതനിരാസവും ലിബറലിസവും, ഉന്നതമായ കുടുംബങ്ങളിൽ നിന്ന് വരെ ഉയർന്നു കേൾക്കുന്ന ലിബറലിസം. ഇതിന്റെ അടിസ്ഥാന കാരണം ഈ 950-കൾക്ക് ശേഷം വന്ന ചില വ്യക്തികളുടെ പ്രഭാഷണങ്ങളും അവരുടെ നവോത്ഥാനം എന്ന പേരിൽ അവർ ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങളും കാരണമായി നമ്മൾ യൂറോപ്യവൽക്കരിക്കപ്പെട്ടു എന്നത് ഞങ്ങൾ വളരെ നല്ല ഈ വിഷയത്തിൽ ഒരു മുൻവിധിയോടുകൂടെ ചെയ്തതല്ല. ആരെയെങ്കിലും നിരാകരിക്കലോ ആരെങ്കിലും മോശപ്പെടുത്തലോ ഇതിലൊന്നും ലക്ഷ്യമില്ല. ഇതൊക്കെ വളരെ അടിസ്ഥാനപരമായ സത്യങ്ങളും മൂല്യങ്ങളെ മുൻനിർത്തിയ ചില വസ്തുതകൾ ബോധ്യപ്പെടുത്തണം എന്ന നിലക്ക് ചെയ്തതാണ്. ഇനി ഇതിനുകൂടി ചില ബാക്കി പത്രങ്ങൾ പറയാനുണ്ട്. ദുഹാൻ സീരീസിന്റെ അടുത്ത പ്രഭാഷണങ്ങളിൽ അതിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ പ്രഭാഷണം കേട്ട എല്ലാ വിഭാഗം ജനങ്ങൾക്കും നന്ദി. എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. അസ്സലാമു അലൈക്കും.